ശരണ്യ, എന്താ ഇന്നെന്താണ് പാചകം? ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് പാവക്കായ. പാവക്കായാണ് കയ്യിരിക്കുന്നത്. ഇന്ന് നമ്മൾ പാവക്ക തോരനും നമ്മുടെ പച്ചക്ക മെഴുക്കോട്ടിയും തക്കാളി ഇട്ട് കാച്ചിയ മോരും. തക്കാളി ഇട്ട് മോര് കാച്ചിയത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടോ? പച്ചക്ക മെഴുക്ക് വരട്ടി. അപ്പൊ നമുക്കതങ്ങോട്ട് അടിച്ചു പൊളിച്ചേക്കാം അല്ലേ? ഈ പച്ചക്ക മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞില്ലേ ശരണ്യ, അത് ഏത്തക്കായ അല്ലേ? ആ അല്ല, പച്ചക്കായ എന്ന് പറയുമ്പോ പച്ച എന്തും ആകാല്ല. ഏത്തക്ക കൊണ്ട് മെഴുക്ക് വരട്ടി. കൂട്ടുകാരെ നമ്മുടെ ശരണ്യത നല്ല അടിപൊളി നാടൻ പാവക്ക അരിഞ്ഞിരിക്കും. ഇത് തോരൻ വെക്കുവാ ശരണ്യ? കയ്പായിരിക്കും അല്ലേ? ഇന്ന് അപ്പൊ തക്കാളി ഇട്ട് മോര് കാച്ചിയതും പച്ചക്ക മെഴുക്ക് വരട്ടിയും പാവക്കായും ഇതൊക്കെയുള്ള മീനൊന്നും ഇല്ലേ? എന്തിയേ അടപ്പേ വെച്ചാ? നമുക്ക് ചെയ്ത് വെച്ചിട്ട് വേണ്ട ഓട്ടിന് പോവാൻ. അത് നേരാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം ലീവ് എടുത്ത് വീട്ടിലേക്കായിരിക്കും. ലീവ് എടുക്കാൻ ഇന്ന് അവധിയാണ് ശരണ്യ, ഇന്ന് പൊതു അവധിയാ. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊന്ന് മീൻ കറി കാണിച്ചു കൊടുക്കട്ടെ. കണ്ടാ കൂട്ടുകാരെ, മീൻ കറി അടപ്പേ വെച്ചതേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇന്ന് വിറകില്ല കാരണം എന്തേ കഞ്ഞി വരെ ഗ്യാസേല വെച്ചിരിക്കുന്ന അല്ലേ? നമ്മുടെ വിറകുകാരൻ മണ്ണില്ലല്ലോ ഇപ്പൊ. വരുന്നുണ്ട്, പക്ഷെ ചെന്നൈ വിറകില്ല. ഇപ്പൊ വിറകിന് ക്ഷാമമാണ്. തരുമെന്നാ പറയുന്നത്. നമ്മുടെ അമ്മ എന്തിയെ? അമ്മ അച്ഛന്റെ വെള്ളം മുണ്ട് കഴുകുന്നു. മുണ്ട് കഴുകാൻ പോയി. അപ്പൊ എന്നോട് പറഞ്ഞ എല്ലാം അരിഞ്ഞു വെക്ക്, ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞ്. ശരണ്യ ഇന്ന് എന്താണ്? നെറ്റിക്ക് സിന്ദൂരം കണ്ടില്ല, ഇന്ന് ഒന്നുമില്ല. കുളിച്ചേച്ചി വന്നവര് തന്നെ നിൽക്കി. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നേരെ അടുക്കളോട്ട് കയറിയതാ. ഞാൻ പോയി പൊട്ടൊക്കെ തൊട്ടുണ്ട് പോവാ. ഇത് നരിഞ്ഞു വെച്ചിട്ട് പോയാ പോരെ. ശരണ്യ സിന്ദൂരം ഇപ്പൊ ഞാൻ തൊട്ട് തന്നെ. ഈ കവറൊന്നും പൊട്ടിച്ചില്ല ഞാൻ ശരണ്യ. പിന്നെ എങ്ങനെ തൊടു? ഇങ്ങോട്ട് കൊടുങ്ങില്ല, അങ്ങോട്ട് കൊടുങ്ങില്ലാനാ? ഇത് ആ പിച്ചാത്തിയുടെ ഇതുകൊണ്ട് പൊട്ടിച്ച് ഇതൊക്കെ പൊട്ടിച്ചൊക്കെ വെക്കണ്ടേ? പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. ഈ കവറിന്റെ അത് ഇതിവിടെ വെച്ചിട്ടുണ്ട്. അല്ല, ഇതൊക്കെ കല്യാണത്തിന് ഇതുപോലെ തെളിയിച്ചതാണ് അല്ലേ? അങ്ങോട്ട് ഇരിക്കട്ടെ, കൂടുതൽ ഇരിക്കട്ടെ അല്ലേ? ഇപ്പോഴാണ് മിടുക്കിയായത്. ഇങ്ങനെ ആര് ചെയ്തു തരും? ശരണ്യ ആയാ വല്ലതും? പച്ചക്കാളി അരിഞ്ഞിപ്പോ കടുക് തിരപ്പേ വെക്കാൻ പോവാ. പിന്നെ എന്താണ് ഇരിക്കുന്നത്? പാവക്ക തോരൻ അടപ്പേ വെച്ചിരിക്കുന്നു. ഇത് അരിഞ്ഞു വന്നപ്പോ ഇത്ര ഉണ്ട്. നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഹായ് കൊടുത്തേ. അതുപോലെ ശരണ്യ ഒത്തിരി പേരുടെ പേര് പറഞ്ഞ് ഹായ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഒരു കണ്ണൂരിൽ നിന്നൊക്കെ പറഞ്ഞായിരുന്നു, പേരൊക്കെ മറന്നുപോയി എല്ലാവർക്കും. ഹായ്, ശരണ്യനെ കണ്ടില്ല ഹായ് പറയാ. അതെ. അപ്പൊ ഇതേ നമ്മുടെ അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛൻ ദേ വന്നതെന്തേ കറിയാണ് തുറന്ന് നോക്കണത്. തക്കാളി ഉണ്ട്. ഇന്ന് തക്കാളി മോര് കാച്ചാൻ തക്കാളി മോര് കാച്ചല്. പിന്നെ അല്ലേ അരി ഗ്യാസ് ഇട്ടു വീണ്ടും തിരിച്ച് അടപ്പയിലാക്കി വന്ന.
പിന്നെ എത്ര മണിക്ക് ഒരു 12 മണിക്കെങ്കിലും പോകണം കേട്ടോ. 12 മണിക്ക് പോണം. അതിന് മുമ്പ് എല്ലാം 12 മണിക്ക് എന്താ തിരക്കായിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ തിരക്കില്ലെങ്കിൽ ഭാഗ്യം. തിരക്ക് വേണ്ട, നമ്മൾ തിരക്കുണ്ടാക്കണതല്ലല്ലോ. ജനങ്ങളെല്ലാം കൂടി ആ സമയത്ത് ഏതായാലും ഇന്ന് അച്ഛന് ഇവിടെ പാചകമൊന്നും ഇല്ലല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് ഇച്ചിരി വേറെ ഇച്ചിരി മിച്ചറൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. ഒരു കടയിൽ കൊണ്ടേ കൊടുക്കണം. കായ്പ്പുറത്ത് ഒരു കടയെ എത്തിക്കണം. അവിടെ അടുത്തൊരു ഉത്സവ ദിവസങ്ങളാണ്, അവർക്കും കച്ചവടം നടക്കണല്ലേ. അതെ, നമ്മളെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കണം? നമുക്കും കാര്യം നടക്കും, അവരുടെയും കാര്യം നടക്കും. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യ ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അല്ലേ? നമ്മുടെ എറണാകുളത്തുള്ള ചേച്ചി പറഞ്ഞു തന്നെ. ഇത് സരിത ചേച്ചി പറഞ്ഞു തന്നാ തൃപ്പൂണിത്തുറയല്ല അല്ലേ? ഇന്ന പോലെ തക്കാളിയും മോരും കൂടി കാച്ചണം. അങ്ങനെ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് ഇനി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ കൂട്ടുകാരെ, അങ്ങനെ അമ്മയും മകളും ഒക്കെ തിരക്കിലാണ്, പാചക തിരക്കിലാണ്. അപ്പൊ അതെ ശരണ്യ അതെ പച്ചക്ക അരിയുന്നു, തൊലി ചെത്തുന്നു. അമ്മ പതിവ് പോലെ തേങ്ങ പൊട്ടിക്കുന്നു. അമ്മക്ക് തേങ്ങ ചുരുണ്ട. അതെന്താണെന്നറിയാമോ ശരണ്യയുടെ കുഞ്ഞിക്കൈ കൊണ്ട്? ഇപ്പൊ തേങ്ങ ചെണ്ടണ ഒരു മെഷീനൊക്കെ ഉണ്ട് ശരണ്യ. അങ്ങനത്തെ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ശരണ്യൊക്കെ എളുപ്പമാണല്ലേ? ശരണ്യയുടെ കയ്യിൽ തേങ്ങാമുറി ഒതുങ്ങിയല്ല, നേരാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചെരവ നാക്ക് കയ്യിട്ട് കൊള്ളും, അതുകൊണ്ട് ചെരണ്ടിക്കല. ഞാനുണ്ട് എന്തിനും തയ്യാറായിട്ട്. ഞാൻ ചെരണ്ടി തരും ശരണ്യക്ക്. അമ്മ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇപ്പൊ നമ്മുടെ തക്കാളി കണ്ട വെന്തണ്ടിരിക്കുകയാണ്. പിന്നെ അതെന്തായിരുന്നു ശരണ്യ? അത് ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഇപ്പോഴും അതാണ് നീ പറ്റിച്ച എല്ലാ സാധനവും പറ്റിച്ച പരിപാടിയേ ഉള്ളു. ഈ പറ്റിക്കൽ പ്രസ്ഥാനാണോ പറയുന്നത്? മീൻ പറ്റി വെച്ചിരിക്കണ കാണിച്ചു തരാൻ ശരണ്യയുടെ മീൻ കറി. അങ്ങനെ കൂട്ടുകാരെ, നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഇത്രയും ചുമന്നിരിക്കണം? അത് കാശ്മീരി മുളക് പൊടിയായിട്ടാണ് അല്ലേ? അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മുടെ അമ്മ അതേ പതിവ് പോലെ തേങ്ങ ചിരണ്ട് തുടങ്ങി. എന്നാണ് ശരണ്യ? പച്ചക്കായ ഇങ്ങനെ നീളത്തിലാണ് അരിയണം. അത് കൊള്ളാം കേട്ടാ, നല്ല ഭംഗിയുണ്ടാ പച്ചക്ക അരിഞ്ഞു വെച്ചിരിക്കണ നീളത്തില മെഴുക്ക് പുരട്ടാനല്ലേ? കൂട്ടുകാരെ, അങ്ങനെ പാചകം ഞങ്ങൾ രണ്ടുപേരും കൂടി ആയി അല്ലേ? അച്ഛനും അമ്മയും കൂടി വോട്ട് ചെയ്യാൻ പോയി. കാരണം ചേട്ടനും അക്കയൊക്കെ വോട്ട് ചെയ്യാനായിട്ട് വിളിച്ച കാരണം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി 2 വീലറിലാണ് പോകുന്നത് അല്ലേ? ഞങ്ങൾ ലാസ്റ്റേ പോകുള്ളൂ വോട്ടിന് അല്ലേ ഇന്ന്? കാരണം അത് തന്നെയല്ല, ലാസ്റ്റ് വോട്ട് ചെയ്യുമ്പോ ആ വോട്ടിന് വിലയുണ്ട് അല്ലേ? കാത്തിരിക്കുന്ന വില. കൂട്ടുകാരെ, അതുകൊണ്ടൊന്നും അല്ല കേട്ടാ, വൈകിട്ടേ പോകാൻ സാഹചര്യം ഉള്ളു. അപ്പൊ അതുകൊണ്ടാണ് തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കും. എന്താ വീടും അടച്ചിട്ട് എല്ലാരും കൂടി പോണ്ടല്ലാന്ന് ഓർത്ത് ഹോട്ടൽ ഇപ്പൊ ഉച്ച നേരത്ത് പോയെന്ന ഇച്ചിരി തിരക്ക് കുറയുമെന്നോർത്താണ്. എല്ലാരും ഇങ്ങനെ ചിന്തിച്ചേ വരുവുള്ളല്ലേ, ഉച്ചക്കാകുമ്പോ തിരക്ക് കുറവാണ്. അന്ന് നമ്മൾ 3 പേരും കൂടിയാ പോയ കണ്ണപ്പന്. ശരി, എന്നാ ഞാൻ ചെരണ്ടി തരാം. ഞാൻ ചെരണ്ടി തരാം. കൂട്ടുകാരെ, ഞാൻ മുളകില്ല, ഉണക്കമുളക് ആദ്യം വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ പോവാ. എന്താ കൂട്ടുകാരെ, അങ്ങനെ പൊടിച്ച ഇതാണല്ലേ? ഇടിച്ച ഇത് കഴിയുമ്പോ നമ്മൾ ചുമന്നുള്ളിയും ചതച്ചെടുക്കും. നമുക്ക് മറ്റേ ചതക്കുന്ന സംഭവം ഇല്ലാത്തോണ്ടാ ഇങ്ങനെ ചെയ്യുന്നത്. ശരണ്യ, എവിടം വരെ പൊടിച്ച? നമ്മുടെ ഇത് പൊടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പൊടിച്ച? ഇന്ന് തീർതിയാണല്ലോ, തീർതി ഓട്ടത്തില. ഇടിച്ചത്, പിന്നെ നമ്മുടെ ഉള്ളി ചതച്ചത്. അപ്പൊ നമ്മുടെ പച്ചക്ക വേവിച്ച്
വെച്ചാ ഇല്ല. നമ്മൾ എണ്ണക്കട്ടിത്തല വേവിക്കുന്നേ. ആ പാടില്ല. അപ്പൊ പച്ചക്ക അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് ഇച്ചിരി കടുക് വേണം. കടുക് വേണ്ട, നമുക്ക് കരിവേപ്പില. ചേട്ടൻ പറഞ്ഞല്ലേ ഇന്ന പോലെ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ ശരണ്യ, ഈ നമ്മുടെ ഈ തക്കാളി വേവിച്ച് വെച്ചിരിക്കണത് എന്റെ കൂട്ടുകാരി അതും തേങ്ങ അരച്ചെടുക്കണം. അങ്ങനെ ശരണ്യ അതിലേക്ക് ഉള്ളിയിട്ട് അങ്ങനെ എണ്ണയിലാട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി എന്നാണ്? ഇനി നമ്മളെ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരും. അപ്പൊ വേപ്പില എപ്പോഴായിടണം? വേപ്പില നമുക്ക് ഇത് കഴിയുമ്പോ ഇടാവേ. ഇത് കഴിയുമ്പോ വെറുതെ ഇട്ടാ മതിയാ? നമുക്ക് ഇടാം. നമുക്ക് പച്ചക്കായ ഇടാം. ഇതിലാട്ട് പച്ചക്കായ ഇടാൻ പോയി. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യുക അല്ലേ? അപ്പൊ അങ്ങനെ അതിലാട്ട് പച്ചക്ക അരിഞ്ഞത് ഇട്ടോണ്ടിരിക്കുകയാണ്. ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി കരിയേപ്പ് ഇട്ട് മൂടി വെക്കണം. അപ്പൊ ഇത് വെന്ത് കിട്ടും. വെന്ത് കിട്ടുമ്പോ നമുക്ക് ഉണക്കമുളകും ചേർത്ത് പെട്ടെന്ന് മെഴുക്കൊത്തി വെക്കാം. ആ നേരത്ത് ഞാനിത് വേഗുന്ന നേരത്ത് നമ്മുടെ കയ്യിലുള്ള പച്ചക്ക തേങ്ങ അരച്ചോണ്ട് വരാം. എന്റെ ശരണ്യക്ക് ചെറിയ ജലദോഷം ഉണ്ടെന്ന് തോന്നണം അല്ലേ? അതെന്താണെന്നറിയോ, ഇപ്പൊ ഈ വെളുപ്പിനെയുള്ള ഗുളിയും പിന്നെ ഇന്നലെ തിരുവല്ല വരെയുള്ള യാത്ര, അതൊക്കെ മുമ്പ് തൃപ്പൂണിത്തറ വരെയുള്ള യാത്ര, ഈ യാത്രാക്ഷീണവും എല്ലാം കൂടി വന്നുകൊണ്ടായിരിക്കണം അല്ലേ? ഇന്നലെ തിരുവല്ല വരെ പോയില്ലേ? ശരണ്യ അതിലേക്ക് കരിവേപ്പില കൂടി അങ്ങോട്ട് ഇടുന്നുണ്ട്. ഇനി ഇത് വേകട്ടെ അല്ലേ? കൂട്ടുകാരെ, അങ്ങനെ ശരണ്യത് നല്ല കട്ട തൈരാണ് എടുത്തു വെച്ചിരിക്കണം. ശരണ്യ, എന്താണ് ശരണ്യക്ക് മൂക്കിപ്പനി വന്നെന്നറിയാവോ? ഇന്നലെ ഈ കട്ട തൈരാണെന്നും പറഞ്ഞ് കൊറേ കുടിച്ചായിരുന്നു. ഞാനാ എടുത്തു തന്നത്, ഈ ചൂടിന് തൈരൊക്കെ നല്ലതാണെന്ന്. അതുകൊണ്ടാണ് ശരണ്യ അത് വരച്ച് അതിന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അരച്ചില്ലേ ഇതുവരെ? കട്ടത്തൈരിട്ടാണ് അരക്കണതല്ലേ? നമ്മുടെ കൂട്ടുകാരായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? മഞ്ഞപ്പൊടി, ജീരകം അറിയാമല്ലോ, മോരിന് ചേർക്കാനുള്ള എല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് തൈര് ഒഴിച്ച് വെക്കാം. അരക്കണം. അതെ കൂട്ടുകാരെ, തൈരല്ല അരച്ചു. നമുക്ക് ഇത് വെന്തോ നോക്കാം. വെക്കാനിടയില്ലേ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണക്കമുളക് അതിലായിട്ട് ചേർക്കുകയാണല്ലേ? അങ്ങോട്ട് തൂളി ചേർക്കാൻ മേല എല്ലാത്തിലായിട്ട്. ഭയങ്കര എരിവായിരിക്കും കേട്ടോ അത്. ആ ഉണക്കമുളക് എല്ലാം ചേർത്തല്ലേ? ഇനി ഇത് നേരാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. നല്ല ഭംഗിയാ. ഇനി തക്കാളിയിലായിട്ട് മോരൊഴിക്കുക. അപ്പൊ മോരിന് എന്നൊക്കെ ചേർത്തെന്നൊക്കെ ശരണ്യ പറഞ്ഞു തന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അതിലായിട്ട് പോരാത്ത വെള്ളമൊക്കെ ഒഴിച്ചോണ്ടിരിക്കുകയാണ് ശരണ്യ. അപ്പൊ തക്കാളി മോര് കാച്ചലും കൂടി ആയിട്ടുണ്ടല്ലേ? ഇനി കറിയെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചൂടാക്കണം. ആ തീ കത്തിക്കാതെയാണോ ചെയ്തോണ്ടിരുന്നത്? അപ്പൊ അങ്ങനെ കൂട്ടുകാരെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഇട്ട മോര് കാച്ചിയതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കണ്ട. അത് നിർത്തി. അപ്പൊ ശരണ്യ, ഇത് കഴിഞ്ഞ ഇതിന്റെ പരിപാടി? കടുക് കൂടി വറുത്ത് ചേർക്കണം അല്ലേ? അങ്ങനെ ശരണ്യ അതെ മൂന്നാമത്തെ അടപ്പയിലും കൂടി പാത്രം വെച്ചിട്ടുണ്ട് അല്ലേ? കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ
ഇനി ഇത് അങ്ങോട്ട് ചെയ്യുമ്പോൾ പരിപാടി തീർന്നല്ലേ? നമുക്ക് ഈ പാത്രം നമ്മൾ കഴിയാൻ പറ്റും. ആ ഒഴിവായിട്ട് നമ്മുടെ പരിപാടി ഓക്കെ ആയി. ഓക്കെ. പിന്നെ ഇത് എടുത്ത് വെച്ച അരി. മുളകൊക്കെ ഇട്ട് അല്ലേ? ആ പിന്നെ ഇനി എന്നാ മുളക് പൊടി ഇടുവാ? മുളക് പൊടി ഇടുവാ? മുളക് പൊടി ഇടും. എന്താ ഞാനും വീഡിയോ എടുത്തെടുത്ത് പാചകങ്ങൾ കുറേശ്ശെ പഠിച്ചു. ഞാൻ മീൻകറിക്ക് കരിവേപ്പിടാൻ മറന്നു. ആണോ? കറിയെല്ലാം കൂട്ടാറായപ്പോഴാണ് കരിവേപ്പിടണത്. മറന്നുപോയാ? കറി കണ്ടായിരുന്നു, കൂട്ടുകാരെ കാണിച്ചായിരുന്നു. ഇനി എന്നാ കറിവേപ്പില ഇടാനാണ് ഇതിൽ? ദൈവമേ, മറന്നുപോയാ? അതെന്ത് പറ്റി? അതെന്നാന്ന് കൂട്ടുകാരെ ഒന്ന് കൂടി കാണിച്ചേ. പാവക്കാ തോരനൊക്കെ കണ്ട കൂട്ടുകാരെ അങ്ങനെ ഇതിലാക്കി പാത്രത്തിലാക്കി. അപ്പൊ നമ്മുടെ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് അല്ലേ? അത് മൂടാത്തത് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ മാറ്റും. അപ്പൊ ഇനി ഇതുകൂടി ആയാ മതി. മുളക് പൊടി ഇട്ടു. നമുക്കൊന്ന് ചാറുകായിട്ട് ഒഴിക്കാം. ഇതിലോട്ട് ഒഴിക്കണം അല്ലേ? കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ മോര് സെറ്റായല്ലേ? സെറ്റായി. ആഹാ, അടിപൊളി. കൂട്ടുകാരെ നമ്മുടെ കറി എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? മീൻ കറി, പാവയ്ക്കത്തോരൻ, പിന്നെ പച്ചക്കാമെഴുക്കൂട്ടി, നമ്മുടെ തക്കാളി താഴ്ച, മോരും, പിന്നെ പച്ചമോരും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ അടുത്ത വീഡിയോ